സൂര്യനിൽ സംഭവിക്കാറുള്ള പൊട്ടിത്തെറികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകാം. ഇതിന്റെ ഭാഗമായി സൗരകാന്തിക കൊടുങ്കാറ്റും ഭൗമകാന്തിക കൊടുങ്കാറ്റുമെല്ലാം ഉണ്ടാകാറുണ്ട്. സൂര്യൻ തിളച്ചുമറിയുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പൊട്ടിത്തെറികൾ സ്വാഭാവികവുമാണ്. അതൊന്നും തന്നെ നമ്മുടെ ഭൂമിയെയോ നിലനിൽപ്പിനെയോ ബാധിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തെ പോലും ഇല്ലായ്മ ചെയ്യാൻ കെൽപ്പുള്ള പൊട്ടിത്തെറി സൂര്യനിൽ ഉടൻ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. സയൻസ് ജേർണലിന്റെ പുതിയ പതിപ്പിലാണ് ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. 1000 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ശക്തിയേറിയ പൊട്ടിത്തെറിയാണ് സൂര്യനിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ പൊട്ടിത്തെറിയുടെ ഫലമായി അതിമാരകമായ സൗരകാന്തിക കൊടുങ്കാറ്റും രൂപം കൊള്ളും. ഇത് ഭൂമിക്കും വലിയ ഭീഷണിയാകും ഉയർത്തുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബില്യൺ കണക്കിന് വരുന്ന അണുബോംബുകൾ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന ശക്തിയായിരിക്കും ഈ കാറ്റിനുണ്ടാവുക എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന എനർജി റേഡിയേഷൻ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ പോലും പൂർണ്ണമായും തകരാറിലാക്കുമെന്നും വലിയ ആശങ്ക ഉയർത്തുന്നു. നമ്മുടെ കണക്കുകൂട്ടലിനും അപ്പുറമായിരിക്കും ഈ ആഘാതമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ വലിയ മുൻകരുതൽ വേണമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. സൂര്യനിൽ പൊട്ടിത്തെറിയുണ്ടാകുമ്പോൾ സൗരജ്വാലകൾ പ്രവഹിക്കും. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാന്തിക ക്ഷേത്രങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് സൗര കൊടുങ്കാറ്റുകൾ രൂപം കൊള്ളുന്നത്. അതിശക്തമായ സൗരജ്വാലകൾ സൂര്യൻ പുറംതള്ളുന്ന ഘട്ടമാണ് സോളാർ മാക്സിമം. ശരാശരി 11 വർഷത്തിനിടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ സോളാർ സൈക്കിൾ 2025 വരെ തുടരുമെന്നാണ് കണ്ടെത്തൽ. ഈ സോളാർ ഘട്ടം സൈക്കിൾ 25 എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യനിലെ അതിശക്തമായ സൗരജ്വാലകൾ ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾക്കും കാരണമാകുന്നുണ്ട്. ഇത് ഭൂമിയിൽ അതിമാരകമായ ധ്രുവദീപ്തിക്ക് കാരണമാകും. സൗരക്കാറ്റിൽ നിന്ന് വരുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ സ്വാധീനത്താൽ ആകർഷിക്കപ്പെടുന്നു. ഈ കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിച്ച് ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടാകും. ഇതിനെ അറോറ എന്നും വിളിക്കാറുണ്ട്. ഇതോടെ ആകാശത്ത് നിറങ്ങളുടെ ദൃശ്യക്കാഴ്ച നിറയുന്നു. ഇന്ത്യയിലെ ലേയും ലഡാക്കിലുമാണ് നോർത്തേൺ ലൈറ്റ്സ് സാധാരണയായി ദൃശ്യമാകാറുള്ളത്. ഇതിനു പുറമെ ഭൂമിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾക്കും ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾ കാരണമാകും. സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രശ്നവും സാധാരണയായി സൃഷ്ടിക്കാറില്ലെങ്കിലും റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ, നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ, പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിൽ തകരാർ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.